കറയത്തി ദൈവമക്കൾ ശത്രുവിൻ മാരക പിടിയിലായി നാശകർഷം തന്നിലായി വീണിടാതെ കാക്കണേ. പാവനാത്മനെ നൽകി പാലിക്കണമേ വിഭോ പാടതെത്തിടാനെന്നും ദാസരെ നയിക്കണേ. വചനമാർഗം കാട്ടണേ വചനശക്തി നൽകണേ ദിവ്യവചന ശക്തിയാൽ ദാസരക്ഷ നേടട്ടെ. ഇരുപക്ഷണക്കാരങ്ങൾ ശക്തിയോടെ കാണിക്കാം. കരമുയർത്തി പാപബന്ധനത്തിന്റെ മാരകമുൾക്കെട്ടിലാൽ വിട്ടുപോയ ദാസരെ രക്ഷിക്കണമേ വിഭോ. പ്രണിതമായ മനസ്സിലെ മൗനമൊമ്പരങ്ങളാൽ മനസ്സിടിഞ്ഞ തനയരെ തൊട്ടുണർത്തണേ ഗുരു. സോദരങ്ങളിൽ നിന്നും സ്നേഹരഹിതവാക്കിനാൽ ഞങ്ങളേറ്റുവാങ്ങിയ മുറിവുണർത്തണേ ഗുരു. കരമുയർത്തി ഹല്ലേലൂയ നന്ദി ഹല്ലേലൂയ നന്ദി ഈശോയെ നന്ദി ഹല്ലേലൂയ നന്ദി ഈശോയെ നന്ദി ഹല്ലേലൂയ. മേഘമാസ്വദിക്കുവാൻ ഉള്ളുണർന്നു നിന്നതാൽ മുറിവണിഞ്ഞു നിന്നിവർ തേടിടുന്നു നാഥനേ. മനസ്സിൽ നിന്നെ ഉൾക്കൊണ്ടിടാൻ ദാഹമോടെ നിന്നിവർ പാടിടുന്നു യേശുവേ. മനസ്സിനുള്ളിൽ മൃദുലമാ ദൈവസ്വരം കേട്ടിടാൻ മനസ്സുണർന്നു വന്നിടാം നിന്റെ ചാരെ നിന്നിടാം. അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശക്തി പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കൃപ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിലെ സമൂഹത്തെ ആശീർവദിക്കുന്നു. കോടിക്കണക്കിന് മാലാഖമാരുടെ സൈന്യയുടെ കാവൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരും സ്വാത്മാരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദമ്പതിമാരും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിധവകളെ വിഭാര്യരെ അനുഗ്രഹിക്കണമേ കർത്താവേ. വൃദ്ധജനങ്ങളെ അനുഗ്രഹിക്കണമേ. കിടപ്പ് രോഗികളെ തൊട്ട് സുഖപ്പെടുത്തണമേ. യുവതി യുവാക്കളെ ആശീർവദിക്കണമേ. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഗർഭിണികളെ അനുഗ്രഹിക്കണമേ. ഗർഭസ്ഥ ശിശുക്കളെ അനുഗ്രഹിക്കണമേ. മക്കളില്ലാ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. പാപദുശീലങ്ങളുള്ളവരെ അനുഗ്രഹിക്കണമേ. ഇനി കടന്നു വരാത്തവരെ ആകർഷിച്ചു കൊണ്ടുവരണേ കർത്താവേ. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അവരുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. കൈയടിച്ച്
മനസ്സിനുള്ളിൽ മൃദുലമാം ദൈവസ്വരം കേട്ടിടാം മനസ്സുണർന്നു വന്നിടാം നിന്റെ ചാരെ നിന്നിടാം തിരുനിടമൊഴുക്കിയ തിരുഹൃദയ തണലിടാം തനയ ചേർന്നു നിന്നിടാം തിരുജീവൻ നേടിടാം നിണമണിഞ്ഞ പാണിതം പരിപാവന സ്പർശനം കനിഞ്ഞരുളു ദാസത്താൽ സ്വർഗസുഖം നേടട്ടെ യേശുനാമം വാഴ്ത്തുന്നു യേശുനാമം വാഴ്ത്തുന്നു സ്വരമുയർത്തി നാമം വാഴ്ത്തുന്നു സ്വരമുയർത്തി യേശുനാമം വാഴ്ത്തുന്നു ഹല്ലേലൂയ 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 ദൈവപിതാവേ ഹല്ലേലൂയ ദൈവകുമാര ഹല്ലേലൂയ ദൈവാത്മാവേ ഹല്ലേലൂയ പ്രിയേകനാഥ ഹല്ലേലൂയ ആരാധിക്കാം ഹല്ലേലൂയ സ്തോത്രം പാടാം ഹല്ലേലൂയ നന്ദി കരേറ്റ കരമുയർത്തി ഹല്ലേലൂയ നന്ദി കരേറ്റ ഹല്ലേലൂയ അങ്ങയെ വാഴ്ത്താം ഹല്ലേലൂയ 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 രണ്ടു വർഷമായി ഒരു വലിയ മാങ്ങയാണ്. എത്ര വലുതാണ്? അത് തേങ്ങയുടെ എത്ര ഉണ്ടോ? 1.5 കിലോ കാണും. എൻ്റെ അമ്മച്ചി ഇപ്പൊ തേങ്ങയുടെ എത്ര ഉണ്ട്? അപ്പൊ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അത് കൊട്ടയം കൊണ്ട് അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരുടെ ഭയങ്കര തന്ത്രപൂർവ്വമൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും ഭർത്താവ്. ഞാൻ കരുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ പുള്ളി പോലോട്ട് നോക്കി, ഞാൻ കീഴോട്ട് നോക്കി. അങ്ങനെ ഇതാണ് കുടുംബകലം എന്ന് പറയുന്നത്. ഒരാൾ മുകളിലേക്ക് ആരുണ്ടെന്ന് പുള്ളി അറിയുന്നില്ല പെട്ടെന്ന്. അപ്പൊ ഞാൻ മാറിയെന്ന് വിചാരിച്ചു. പറിച്ചവും നേരെ എന്റെ പുറത്തോട്ട് വന്നു വീണു. അത് എനിക്ക് നല്ല ഇരുപ്പതായി. ഞാൻ ഒത്തിരി എന്നെ തിരുമ്പ് ചോദിച്ചാൽ എന്ന സംഭവം ഡേറ്റ് ഒന്നും ഞാൻ ഓർക്കുന്നില്ല. എത്ര കാലമായെന്ന് ചോദിച്ചത്? 2 വർഷമായി. അത്ര അറിഞ്ഞാൽ മതി. എന്നിട്ട് അവിടെ വേദനയായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. പാത്രം കഴുകാൻ പറ്റുന്നില്ല, കൊച്ചിനെ എടുക്കാനൊന്നും പറ്റില്ല. ഭർത്താവിടെ വന്നിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ഭർത്താവ് ജോയിയാണ്, KCB ജോലിയല്ല. KSCB ജോയ് സബ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ എങ്ങനെ ഉണ്ടോ? അറിയത്തില്ല. ഉണ്ടെങ്കിൽ എന്നെ കാണാൻ പറയണേ. ഇനി വേല എങ്ങനെ വാങ്ങാൻ പറിക്കരുത് പറയാൻ. അല്ലേ ലൂയി? എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് വേദനയൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഡോക്ടറെയൊക്കെ കാണിച്ചപ്പോൾ ഞരമ്പിന് വലിയ അത് കുറച്ച് താമസമുണ്ട് മാറാനെന്നുള്ള. ഞാൻ ഗുളിക മരുന്ന് കഴിച്ചിട്ടൊന്നും കുറയുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ അച്ഛൻ പറഞ്ഞപ്പം എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് ഓർത്ത് വീട്ടിൽ ചെന്ന് പാത്രമൊക്കെ കഴുകി നോക്കിയിട്ട് അത് പൂർണ്ണമായിട്ട് പോയെന്ന് ബോധ്യമായിട്ട് ഇവിടെ സാക്ഷ്യം പറയാമെന്ന്. പിന്നെ അച്ഛൻ പറഞ്ഞപ്പം ഞാൻ ഇന്നലെ വീട്ടിൽ പോയി എല്ലാം പണിയൊക്കെ എടുത്ത് നോക്കി. പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി പാത്രം കഴുകി നോക്കിയപ്പോൾ എന്റെ വേദന തീർത്തും പരിപൂർണമായിട്ട് സൗഖ്യമായി. യേശുവിനെ നന്ദി. എന്താ ജോലി ചെയ്യുന്നത്? എന്നോട് പറഞ്ഞു, വിവാഹ കൂദാശ സ്വീകരിച്ചപ്പോൾ ഒരുക്കമില്ലായിരുന്നു എന്ന് മാത്രമല്ല, കുംഭസാര കൂദാശയിൽ വിശ്വാസമില്ലായിരുന്നു, പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലായിരുന്നു. അത് വോളണ്ടിയേഴ്സിൽ വരുന്ന പിള്ളേരെ കാർന്നന്മാർ ഇടയ്ക്കൊന്ന് കയറ്റിയിരുത്താനായിട്ട് അവിടെ നിൽക്കുമ്പോൾ സഹായിക്കണേ.
കാരണന്മാര് ഒന്ന് സഹായിക്കണേ. കാരണന്മാര് ഈ പിള്ളേർ വരുന്ന നല്ല പിള്ളേരാണ്, അവര് മാതാപിതാക്കളുടെ കൂടെ ഇരുത്തുക. അപ്പൊ കുറച്ചും കൂടി നല്ല പിള്ളേരാണ്. അപ്പൊ അവരൊന്ന് മാതാപിതാക്കളുടെ ഇടയ്ക്ക് അവർ ഒരുമിച്ച് വട്ടം കൂടിയിരിക്കുന്നത്. പിള്ളേരുടെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ ആരും അനുവദിക്കണ്ട. നിങ്ങളുടെ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ പ്രേക്ഷകര് കുറച്ചുപേരൊന്ന് കരമുയർത്താമോ എവിടെയെങ്കിലും. പക്ഷേ എൻ്റെ അപ്പനെയും അമ്മയും പേടിച്ച് വികാരിച്ചനെ ബോധ്യപ്പെടുത്താൻ ഉറച്ചു കിട്ടാൻ വേണ്ടി ഞാൻ പള്ളിയിൽ പോയി. എന്തൊക്കെയോ പറഞ്ഞു. കല്യാണം നടത്തുമ്പോഴൊന്നും എനിക്ക് അതിലൊരുക്കം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം വർഷങ്ങളായിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ തിന്മയുടെ കാരണം എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് നാളെ ഇന്ന സ്ഥലത്ത് പോയിട്ട് എനിക്കത് കുമ്പസാരിക്കണമെന്ന് അദ്ദേഹം വിളിച്ചു. അതായത് ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ അനുഭവത്തോട് ഞാനിത് പറയുന്നത്. ഇവിടെ വന്ന് കുമ്പസാരിക്കാൻ താല്പര്യമില്ല, പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛൻ എവിടെയെല്ലാം പോകുന്നു അവിടെയല്ല ഇത് പറയണം. ഇദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം മിനിമം 100 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മിനിമം വിദേശ രാജ്യങ്ങളിൽ, ഗൾഫിലും UK-യിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രിയയിലും ഒക്കെ പോകുമ്പോൾ, അമേരിക്കയിലൊക്കെ ഇതുപോലെ ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള അറിവ് കിട്ടുമ്പോൾ അനേകം പേര് പറയുന്നു, ഞങ്ങൾക്ക് ഈ മേഖലയിൽ ഒരു വ്യക്തത വന്നു, ക്ലാരിറ്റി കിട്ടി എന്ന്. ഞാൻ ഒരു 1.5 വർഷമായിട്ട് കാലിൻ്റെ മുട്ടിന് എനിക്ക് വേദന ഉണ്ടായിരുന്നു. ഇന്ന് ചാപ്പലിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും മുട്ട് മടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇന്നിവിടെ വന്ന് ഇവിടെ കസേരയിൽ ഇരിക്കുമ്പോഴും നല്ലപോലെ വേദന തോന്നിയിരുന്നു. വേദനയുണ്ടോ? വേദനയില്ല. കൈയടിച്ച് ഹല്ലേലൂയ. ഇതിലൊരാള് വണ്ടി അപകടത്തിൽ മുട്ടിന് പരിക്ക് പറ്റിയ സൗഖ്യം കിട്ടിയ ഒരാളുണ്ട്. അതാരാ? ശ്രദ്ധിച്ചേ, ഇരിക്കുന്നവര് എന്റെ നേരെ നോക്കിക്കേ. വണ്ടി അപകടത്തിൽ മുട്ടിന് ഒരു സ്ത്രീ വന്ന് കണ്ണും പിടിച്ചവിടെ നിൽപ്പുണ്ട്. ഞാനീ പറയുന്നത് കേട്ടെ, എന്റെ നേരെ നോക്കുക. ആ സ്ത്രീ എന്നെ ഇത്ര ഇഷ്ടമില്ലേ? ഞാനൊരു പാവ കൊച്ചുമാത്തച്ഛനല്ലേ? പറയുന്ന കേട്ടോ. വണ്ടി അപകടത്തിൽ മുട്ടിന് പരിക്ക് പറ്റിയവരുള്ള സുഖപ്പെടുത്തുന്ന ഈശോ പറഞ്ഞു. ആരാത്? സാക്ഷ്യം പറഞ്ഞ സ്വസ്ഥ തിരിച്ചു കൊണ്ടോ? സ്വസ്ഥ. താങ്ക് യു. 2005-ലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വണ്ടി ആക്സിഡൻറ്റിൽ പുറകോട്ട് വണ്ടി വന്നപ്പം ഞാൻ മുന്നോട്ട് നടന്നു പോകുമായിരുന്നു. അപ്പോൾ വണ്ടി വന്ന് മുട്ടി ഞാൻ നിലത്ത് വീണു. അപ്പം എൻ്റെ മുട്ടിൻ്റെ ഈ കാലിൻ്റെ നിലത്ത് വീണ് കഴിഞ്ഞപ്പോഴത്തേന് കാലിൻ്റെ മസിലിലോട്ട് വണ്ടി വന്ന് ടയർ വന്ന് കയറി. ഞാൻ കാലിൻ്റെ മസിൽ ഇളകിയായിരുന്നു. അങ്ങനെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു. 10 വർഷം മുമ്പ് ഉണ്ടായത്. അതെ, 10 വർഷം മുമ്പ് ഉണ്ടായതാ. വേദന മാറിയോ? വേദന ഇപ്പം മാറി. മുട്ട് കുത്തിക്കേ, മൈക്ക് കൊടുത്തോ, എഴുന്നേറ്റേ. വേദനയുണ്ടോ? കുറേശ്ശേ ഉണ്ട് അല്ലേ? ഇങ്ങോട്ട് തിരിഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഒരാളോട് ക്ഷമിക്കാനുണ്ട്. കണ്ണടച്ച് അയാൾക്ക് മാപ്പ് കൊടുത്ത് ആരാന്ന് മനസ്സിൽ ഇപ്പം തമ്മിൽ പറഞ്ഞു തരുന്നില്ല. ആരത് ഓർമ്മ വന്നോ? ഉത്തരം പറ. ഓർമ്മ വന്നോ? വീട്ടിൽ തന്നെ ഒരാള് ഒന്ന് ക്ഷമിച്ചൊന്ന് കണ്ണടച്ചപ്പോൾ അതിപ്പോ തന്നെ വേദന പൂർണ്ണമായി മാറ്റും. ഈ ഇപ്പൊ തന്നെ എടുത്ത് മാറ്റുന്നുണ്ട്. നീരും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ബാൻഡേജ് കേട്ടിട്ടില്ല, മരുന്നൊക്കെ കഴിച്ചിട്ടില്ല. പിന്നെ ധ്യാനം കൂടിപ്പോഴൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയിൽ പോയി എന്നിട്ട് ഇപ്പം പുറം വേദനയും ഇവിടുത്തെ എല്ലിന് തേമാനും ഒത്തിരി വിശേഷമാണ്. മുട്ടിന്റെ വേദന ഇപ്പൊ കുറവുണ്ട്. മാറിയോ? ഉറപ്പാ? തീർച്ചയായും. ഒട്ടുമില്ല. 15 വയസ്സിലുണ്ടായ ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 54 വയസ്സായി. അപ്പം 10-40 വർഷമായിട്ട് 39 വർഷമായിട്ടുള്ള വേദനയാണോ അത്? അതെയോ? മാറിയോ? എന്നാ നല്ലൊരു കൈ ഈശോയ്ക്ക് കൊടുത്തേ. അടുത്തയാള് ഇനി പെട്ടെന്ന് പറഞ്ഞോ. ചേച്ചിമാരിങ്ങോട്ട് നോക്കിക്കേ. ഹലോ. പ്രസവത്തോടുള്ള ഓപ്പറേഷനോട് അനുബന്ധിച്ച് വന്ന വേദനയാണ്. മുട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന, ഈ ഞരമ്പ് വലിഞ്ഞു കൂടുന്ന ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ നന്നായിട്ട് മാറിയിട്ടുണ്ട്. 5 വർഷമായിട്ടുള്ള മുട്ടിന്റെ വേദന. 3 വർഷമായ മുട്ട് അസ്ഥിവേദന. 3 വർഷമായിട്ടുള്ള വേദന മാറി. ഹല്ലേലൂയ. 1 വർഷമായിട്ടുള്ള മുട്ടിന്റെ വേദന. ഹല്ലേലൂയ. വേദനയും മാറി. 1 വർഷമായിട്ടുണ്ടായിരുന്ന മുട്ടിന്റെ വേദന. ഹല്ലേലൂയ. 4 വർഷം ഉണ്ടായിരുന്ന മുട്ടിന്റെ വേദന മാറി. ഹല്ലേലൂയ. 3 വർഷമായിട്ടുള്ള മുട്ടിന്റെ വേദന. ഹല്ലേലൂയ. 10-20 വർഷമായി എനിക്ക് നടുവിനും വേദനയും വെട്ടലും മുട്ടിനും വേദനയായിട്ട്. ഇപ്പോൾ എനിക്ക് കയറാൻ പറ്റില്ലായിരുന്നല്ലേ?
അവിടെ അവിടെ പ്രതികൾ അവിടെ ഇരിക്കുന്നത്. ഇപ്പം നീ അന്ന് വിളിച്ചു ഞാൻ കാല് പൊക്കി നോക്കി പൊങ്ങി. മറ്റേ സാധാരണ പൊങ്ങുന്നതല്ല. കാല് പൊങ്ങാനും മടക്കാൻ പറ്റില്ലായിരുന്നു. കൈയടിച്ച് യേശുവയ്ക്ക് നന്ദി. ഹല്ലേലൂയ. അച്ഛനെ പിടിച്ച അതിലെ പോയാലും സ്റ്റെപ്പ് ഇറങ്ങണമല്ലോ. ഇവിടെ അല്ലെങ്കിൽ അവിടെ. ഓക്കെ, അടുത്തയാള് ഈ മറ്റേ ആ രണ്ട് കണ്ണിന് ഒരു വലത്തെ കണ്ണിന് ഒരു കരിവേൽപ്പും വേദനയായിരുന്നു. ഞാൻ 2 മാസം മുമ്പ് ഒരു ഡോക്ടറെ കണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മരുന്ന് തരാം, അപ്പോൾ അതിൻ്റെ അകത്തൊരു ദശ വളരുന്നുണ്ട്, അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മരുന്ന് 2 മൂന്ന് ഒഴിച്ചിരുന്ന ഒരു 2 മാസമായിട്ട് ഒരു കുറവും കണ്ടില്ല. അങ്ങനെ ഈ ധ്യാനം തുടങ്ങിയിട്ട് തലേ ദിവസം ഞാൻ ത്രേസ്യാമ്മ ജോസഫിനെ ഡോക്ടറെ പോയി കണ്ടു കാഞ്ഞങ്ങാട്. അപ്പോൾ ത്രേസ്യാമ്മ ജോസഫ് പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു ദശ വളരുന്നുണ്ട്. മെഷീനൊന്നും വെച്ച് നോക്കിയില്ല, പെട്ടെന്ന് ഓടത്ത് തന്നെ പറഞ്ഞു ഒരു ദശ വളരുന്നുണ്ട്, അത് എടുത്ത് കളയണം, നാളെ 9:15 ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ധ്യാനം കഴിച്ചിട്ട് പോകാം ഏതായാലും. ഇങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ഞാനിവിടെ പോയി പെട്ടെന്ന് 2 സെക്കൻഡ് ആയിരുന്നു എൻ്റെ കണ്ണിൽ ചെറിയ വേദന പോലെ തോന്നി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതുവരെ എനിക്ക് ആ കരിയേറിപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ബന്ധനങ്ങളാകട്ടെ രോഗപീഠകൾ, പാപശാപബന്ധനങ്ങൾ കെട്ടഴിഞ്ഞു പോകട്ടെ. എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ. പൈശാചിക പീഠകൾ തകർന്നു പോകട്ടെ. പാപച്ചങ്ങല പൊട്ടി തകരട്ടെ. എല്ലാ തിന്മയുടെ ശക്തികളും വേരോടെ പിഴുതെറിയപ്പെടട്ടെ. എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ. അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ. രോഗികൾ ഇനി വരാനുള്ളൊരു കയറി വരിക യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകട്ടെ. രോഗപീഠകൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗങ്ങളും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടാം. കൈയടിക്കുന്നു. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വേദന തിങ്ങിയ ജീവിതവേളയിൽ കുരിശിൽ നോക്കുന്നു, അങ്ങേ തിരുമുഖ ദർശനം കാക്ഷിച്ചാരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ. മുറിവുകളാലെ മനസ്സമിളകി ദുഃഖം പെരുകുമ്പോൾ ആശ്വാസത്തിൻ തൈലം നൽകുന്ന